എന്ന് വെച്ചാൽ ബഹുമാനപ്പെട്ട ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം കാലിട്ടടിച്ചപ്പോൾ അവിടെ പൊങ്ങി വന്ന വെള്ളം എന്ന് 4000 വർഷങ്ങൾക്ക് മുമ്പ് 4000 വർഷം മുമ്പ് ഇസ്മായിൽ നബിയുടെ കാല് സ്പർശിച്ചു. ഇപ്പോൾ അതിന്റെ വല്ല അവശിഷ്ടവും അതിലുണ്ടാവുമോ? പിന്നെ എന്തിനാണ് ഇത് ഉപയോഗിക്കുന്നത്? സുന്നികളായി നമ്മെ സംബന്ധിച്ചിടത്തോളം 100 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പുത്തമ്പള്ളിയിൽ കുഞ്ഞഹമ്മദ് ഹുസൈൻ റളിയല്ലാഹു മർക്കദ മഹാനവറുകൾ മന്ത്രിച്ചൂതി കിണറ്റിലേക്ക് ഒഴിച്ച വെള്ളം ഇപ്പോഴും ശിഫാക്ക് വേണ്ടി നാം അത് ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണ്. കവരത്തി ദ്വീപിൽ ബഹുമാനപ്പെട്ട ഖാസിം വലിയുല്ലാഹി റളിയല്ലാഹു തആല എഴുതി വെച്ചിരിക്കുന്ന പിഞ്ഞാണത്തിൽ കഴുകിയ വെള്ളം ഇപ്പോഴും നാം കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ശിർക്ക്, അന്ധവിശ്വാസം, അനാചാരം, അനിസ്ലാമികം. അങ്ങനെയാണ് ചില ആളുകളൊക്കെ ചെയ്യുന്നത് എന്ന് പറയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം സംസം വെള്ളം ഇങ്ങോട്ടേറ്റി കൊണ്ടുവരേണ്ട ആവശ്യമില്ല. അപ്പൊ കണ്ടോ എന്താ പറഞ്ഞത്? പുത്തമ്പള്ളി ശൈഖിന്റെ വെള്ളവും അതേപോലെ ആന്ത്രോത്ത് ദ്വീപിലെ വെള്ളവും ഒക്കെ പുരുഷയാവാനുള്ള ന്യായമെന്താ? സംസം വെള്ളം കൊണ്ടുവന്നില്ലേ? സംസം വെള്ളം കൊണ്ടുവന്നില്ലേ? അതാണ് ന്യായം. എന്തിന്? ഈ വക ആരെങ്കിലും തുപ്പിയിട്ട് കൊടുത്ത വെള്ളം, ആ വെള്ളപ്പല്ല അതിന്റെ ബാക്കിയായി വരുന്ന വെള്ളങ്ങള് അത് കൊണ്ടുപോകാൻ അപ്പൊ പല സ്ഥലത്തും പല കോലത്തില് എഴുതി മറ്റുമൊക്കെ അവര് വെക്കുന്നുണ്ടെന്നും കൂടി മനസ്സിലായി. ആന്ത്രോത്ത് ദീപാനായ ഏൽപ്പിക്കാൻ കുറച്ച് സോദരികളുടെ ദീപ. അപ്പൊ അവിടെയാണ് ഷെയ്ഖിന്റെ ഒരു പൈറ്റ് വെച്ചത്. പുത്തമ്പള്ളി അങ്ങനെ പോയി അത് ഓയ്ക്കൊന്നും കിട്ടിയിട്ടില്ല. അപ്പൊ ഇങ്ങനെ പലരുടെയും അവശിഷ്ടങ്ങൾ, ആസാറുകൾ ഈ രൂപത്തില് അത് പോലും സമുദായത്തെ കൊണ്ട് കൊണ്ടുപോയിച്ച് അതിന്റെ പേരിലും പണമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു എന്നല്ലേ മനസ്സിലാകുന്നത്. ഇനി പുത്തമ്പള്ളി വെള്ളം എങ്ങനെ ഉണ്ടായത്? അവർക്ക് കേസറ്റ് ഉണ്ട്, ഡോക്യുമെന്ററി ഉണ്ട്, അവര് പറഞ്ഞോട്ടെ, നമുക്കറിയാം സംഭവം എന്താണ്. എന്നാലും അവർ വിശദീകരിക്കട്ടെ വെള്ളം എങ്ങനെ വന്നു. ഹജ്ജിനായി മക്കത്തേക്ക് പോകുവാനായി വലിയൊരു രാജത്തെ അല പൊങ്ങി മറിഞ്ഞിടുന്നേ. ആഗ്രഹം ജനിച്ചപ്പോൾ മുസ്ലിയർ നാട്ടുകാരി ആ കാര്യം ഉടൻ തന്നെ ഉണർത്തിക്കുന്നേ. പോകരുതെന്ന് കരഞ്ഞ് പറഞ്ഞ് പോയായില്ലാതെ കുടഞ്ഞ് പാവപ്പെട്ട ഞങ്ങൾ കണിയുന്ന സമയത്ത് സഹായിക്കാൻ ഞങ്ങൾക്കാരും ഇല്ലല്ലോ ആരും തന്നെ. മഹബൂബരെ കരയുന്ന ജനത്തിന്റെ അപേക്ഷയിൽ മുഴുകുമ്പോൾ വല്ലാതെ മനസ്സിന്റെ താളം തെറ്റുന്നേ. ഹജ്ജിനായി മക്കത്തേക്ക് പോകുവാനായി വലിയൊരു രാജത്തെ അല പൊങ്ങി മറിഞ്ഞിടുന്നേ. ആഗ്രഹം ജനിച്ചപ്പോൾ മുസ്ലിയർ നാട്ടുകാരി ആ കാര്യം ഉടൻ തന്നെ ഉണർത്തിക്കുന്നേ. തന്നെ സ്നേഹിക്കുന്ന, തന്നെ മാത്രം ആശ്രയിക്കുന്ന നാട്ടുകാരുടെ ആവശ്യത്തിന് മുന്നിൽ ശൈഖ് അവർകൾ ചഞ്ചലചിത്തനായി പോയി. അവരുടെ സ്നേഹത്തിന് തന്റെ സാമീപ്യം മാത്രം കൊതിക്കുന്ന അവരുടെ നിഷ്കളങ്കമായ നിർബന്ധത്തിന്റെ മുന്നിൽ എന്ത് ചെയ്യണമെന്ന് മുസ്ലിയാർ പലവരും ആലോചിച്ചു. അള്ളാഹുവിനോട് മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ ശൈഖ് അവർകൾക്ക് അള്ളാഹു ഒരു വഴി കാണിച്ചു കൊടുത്തു. നാട്ടിലുള്ള എല്ലാവരെയും വിളിച്ചു വരുത്തി ശൈഖ് അവർകൾ ഒരു പാത്രത്തിൽ നിറയെ വെള്ളമെടുത്ത് മന്ത്രി ചൂരിക്കൊണ്ട് ഇപ്രകാരം പറഞ്ഞു: വിഷമങ്ങളൊട്ടും കരുതിയിടണ്ട, വെറുതെ മനസ്സാകം പുണ്ണാക്കണ്ട, ഞാനില്ലെന്നോർത്ത് വ്യസനിക്കണ്ട, രാവും പകലും പൊരിഞ്ഞിടണ്ട. വിഷമങ്ങളൊട്ടും കരുതിയിടണ്ട, വെറുതെ മനസ്സാകം പുണ്ണാക്കണ്ട, ഞാനില്ലെന്നോർത്ത് വ്യസനിക്കണ്ട, രാവും പകലും പൊരിഞ്ഞിടണ്ട. ഈ വെള്ളം പള്ളി കിണറ്റിലേക്ക് ഇപ്പോൾ തന്നെ കൊണ്ടുപോയോരിക്ക്, ഈ ജലം മാത്രം മതി നിങ്ങൾക്ക്, ഇറയാവൻ സിഫേറെ ചൊരിയും ഹക്ക്. വിഷമങ്ങളൊട്ടും കരുതിയിടണ്ട, വെറുതെ മനസ്സാകം പുണ്ണാക്കണ്ട, ഞാനില്ലെന്നോർത്ത് വ്യസനിക്കണ്ട, രാവും പകലും പൊരിഞ്ഞിടണ്ട. പെരുമ്പടപ്പ് പള്ളിയുടെ തൊട്ടടുത്തുള്ള കിണറ്റിൽ ഈ ജപിച്ച വെള്ളമൊഴിക്കുക. പരമകാരുണികനായ അള്ളാഹു ഞാൻ മൂലം നിങ്ങൾക്ക് എന്തെങ്കിലും നന്മ വരുത്താൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ആ കിണറിലെ വെള്ളം എടുത്ത് ഉപയോഗിക്കുക. ഏത് വിഷബാധയേറ്റവർക്കും ആ ജലം കൊണ്ട് ശിഫ കിട്ടും. എന്റെ സാന്നിധ്യം ഇവിടെ ഇല്ലെങ്കിലും ഞാൻ ഏത് പ്രദേശത്ത് പോയാലും ആ ഗുണം അള്ളാഹു നിങ്ങൾക്ക് പ്രദാനം ചെയ്യുന്നതാണ്. കുഞ്ഞഹമ്മദ് മുസ്ലിയാർ ആ വർഷം തന്നെ പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിനായി മക്കയിലേക്ക് പോകാൻ തീരുമാനിച്ചു. കിണറ്റിലെ ജലം ദിവ്യൌഷധമായി ഒടിക്കിതച്ചെത്തുന്നോർക്കെല്ലാം പൂങ്കുളിരായി, വിഷമേറ്റി തളർന്നോർക്കാശ്രയമായി ഏറ്റവും വിശുദ്ധിയിലെന്നും നിലനിൽക്കയായി. അപ്പൊ കണ്ടോ എന്താ പറഞ്ഞത്? വെള്ളം മന്ത്രിച്ച് ക്ലാസ്സിലാക്കി പള്ളിക്കഞ്ച് കൊണ്ട് ചോദിച്ചു. അല്ല മൂപ്പരെ പോകാനായിക്കില്ല ഖുറാഫികളൊക്കെ പാടെ ഹജ്ജിന് പോകുമ്പോഴേ
മൂപ്പർക്ക് ഹജ്ജിന് പോകണം പോലെ വിടുന്നില്ല, പോകാൻ പറ്റൂല. പിന്നെ ഓരെ പറ്റിക്കാതേ വഴിയുള്ളൂ. അപ്പൊ എന്തേലും വെള്ളം ഒഴിച്ചിട്ട് കുടിച്ചോളൂ, ഞാൻ പോയിക്കോളാന്ന് അങ്ങനെ മൂപ്പർക്ക് കഴിച്ചിലായി ഒന്ന് അത് കുടിച്ചാ മദീന. പക്ഷെ ആ പുത്തമ്പള്ളി ഷെയ്ഖ് അവസാന കാലത്ത് സുഖമില്ലാതെ ഒരു മാസക്കാലം കട്ടിലുമ്മ കിടന്ന് കാല് മടങ്ങി നിവർത്താൻ കഴിയാതെ, കക്കൂസിലേക്ക് പോലും പോകാൻ കഴിയാതെ, നിസ്കരിക്കാൻ പോലും കഴിയാതെ അവിടെ കിടന്ന് വഫാത്തായി. വെള്ളം കൊണ്ട് കാര്യം ഉണ്ടായില്ല, വെള്ളം കൊണ്ട് കാര്യം ഉണ്ടായില്ല. പിന്നെ കാലിളക്കിയത് എപ്പോഴാ? കബർക്കച്ചപ്പോഴാ. കബർക്കിച്ച് മൂടൽ കളിക്കുമ്പോ എന്നെ കുഴിച്ചിട്ടല്ലോ എന്നും പറഞ്ഞിട്ട് കാലിളക്കി ഭക്ഷണം കൊണ്ട് കുഴിച്ചിട്ടു. ഇനി മൂപ്പര ആവശ്യമില്ല, വെള്ളം വേണ്ടല്ലോ, ഇന്ത്യയിൽ നിന്ന് കിട്ടിയാൽ മതി, പിന്നെ മൂപ്പര നമുക്ക് ആവശ്യമില്ല. ആ വെള്ളം ഇപ്പോഴും കുപ്പിയിലാക്കി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. തെളിവെന്താ? സംസം വെള്ളം കൊണ്ടുവരുന്നില്ലേന. എന്തേ റസൂലുള്ളാഹിന്റെ കാലത്ത് റസൂൽ വഫാത്താകുമ്പോ സ്വഹാബിയോട് പറഞ്ഞ, സ്വഹാബിയുടെ ഞാൻ പോകുന്ന ഒരു കാര്യം ചെയ്യും, വെള്ളം കൊണ്ടുപോയി കാലാകാലത്തേക്ക് ഞങ്ങൾക്ക് വഴി ഉണ്ടാക്കി തരാ എന്ന് പറഞ്ഞ് ഒരു വെള്ളമെടുത്ത് അവിടെ ഹൗദിലോ മറ്റോ ഒഴിച്ചു കൊടുത്തിട്ട് നീ ഞാൻ സ്വസ്ഥായിട്ട് പോകാ, നിങ്ങൾക്ക് ഖിയാമത്ത് നാൾ വരെ ഇത് മതി എന്ന് പറഞ്ഞ് കൊടുത്തിട്ടില്ല. ലോകത്ത് ആധികാരികരായ ഏതെങ്കിലും ഒരു ഇമാമിന്റെ പേരിൽ ആ രൂപത്തിൽ ഒരു സംഭവം നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. സ്വഹാബത്തോ താബികളോ ചെയ്തതായി കാണുന്നില്ല. ഇവരും ചെയ്തിട്ടൊന്നും ഉണ്ടാവില്ല, ഇവര് വന്ന് ഒപ്പിച്ചുണ്ടാക്കിയില്ല. അപ്പൊ ഈ രൂപത്തിൽ എന്തും ഏതും വരുമാന മാർഗമാക്കി മാറ്റാൻ നോക്കുക എന്നതുകൊണ്ടാണ് ഇത്തരം രീതികളൊക്കെ ഇവര് പിന്നെ സമുദായത്തിന് പ്രയോഗിച്ച് പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതൊക്കെ പാടില്ല എന്ന് പറയുന്നതാണ് വഹാബിയാൾ ചെയ്ത തെറ്റ്. വഹാബിയായ പിന്നെ ഇതൊക്കെ മുടങ്ങും. അതാ മൂലയന്മാരെ വഹാബിയാളെ വഴുതയക്കാൻ പാടില്ല, ഓരോ വള്ളി പോകാൻ പാടില്ല, അവിടെ പോയാൽ പഴച്ചു പോകും. ശരിയാണ്, സാധാരണക്കാര് വഹാബിയാളെ വഴുത് കേട്ടാല് പിഴവാർക്കാ മൂലയന്മാർക്കാ, പിഴവ് പോയവർക്കല്ല, മൂലയന്മാർക്കാ പിഴവ്. കാരണം പലരും വഹാബിക്ക് വന്നതോടുകൂടി മൂലയന്മാര് പട്ടിണിയായി. ഓരോ വീട്ടിൽ ആ കാര്യമായിട്ട് വല്ലതും തടഞ്ഞിരുന്നത് ഓരൊക്കെ പോരാ, അവരൊക്കെ മാറുകയാ. പല പ്രഗത്ഭന്മാരും മാറിക്കൊണ്ടിരിക്കുക, വലിയ വലിയ മലയാളിമാരല്ലാത്തവരൊക്കെ മാറിക്കൊണ്ടിരിക്കുക. അപ്പൊ പിന്നെ ആ ഒഴുക്ക് തടയണമെങ്കിൽ ഏതെങ്കിലും നിലയ്ക്ക് വഹാബികളെ ഇല്ലാതാക്കുന്നല്ലാതെ മറ്റു വഴിയൊന്നുമില്ല. ഏറ്റവും കൂടുതൽ ആള് വിലക്കി വിടാൻ ഈ കാണുന്നതിൽ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് വഹാബിയാള്. നമ്മൾ മരിച്ചാലും കൂടി തിരിഞ്ഞു നോക്കൂല. മരിച്ചാൽ കാണുന്ന സാധാരണക്കാർക്കും കുറച്ചും കൂടി താല്പര്യ വിഷയമില്ലാതാണ്. ബാക്കിയൊക്കെ നിൽക്കുന്നതുമായും സ്വലാത്തൊന്നും ഇല്ലാന്ന് പറഞ്ഞാലും ആളുകൾക്ക് അറിയാതൊക്കെ ഉണ്ട്. അപ്പൊ മരിച്ചോടത്ത് ഇവരൊക്കെ കാട്ടുന്ന പോലെ ഒരു റെഡിമെയ്ഡ് ദുആ പോലെ വഹാബിയ ഉണ്ടാക്കുന്നില്ല. സാധാരണ നമ്മുടെ പ്രദേശത്തൊക്കെ മരിച്ചാല് ഡ്യൂപ്ലിക്കേറ്റ് ബുഖാരിയോ അയാൾ അഞ്ചന്മാരോ മറ്റാളുകളൊക്കെ വന്നിട്ട് ഒരു 5000-10,000 ഫീസും വാങ്ങിയിട്ട് ഒരു റെഡിമെയ്ഡ് പാത്രം നടത്തി കൊടുക്കാറുണ്ട്. എന്നാ വഹാബിയാണ് മരിച്ചാല് ഓരോ വലിയ കാര്യപ്പെട്ട ശൈഖന്മാര് വന്നാൽ പോലും ആ നിലയ്ക്കുള്ള കാട്ടിക്കൂട്ടൽ അവിടെ കാണലില്ല. സംഗതി ഓരൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്, വഹാബിയാക്കാ പ്രാർത്ഥന ഉള്ളത്. 100 ആള് വന്നാൽ 100 ആളും പ്രാർത്ഥിക്കുക, മറ്റത് എല്ലാവരും പ്രാർത്ഥിക്കണില്ല. അപ്പൊ ഇങ്ങനെ ഈ രംഗത്ത് പുറത്തേക്കുള്ള ഈ പ്രാർത്ഥന വഹാബികളിൽ കാണുന്നില്ല എന്നതുകൊണ്ട് അത് നമുക്ക് പിടിക്കാൻ പറ്റിയ വകുപ്പാണ് എന്ന് കരുതി മുസ്ലിയാക്കന്മാർ അതും അതുപോലെയുള്ള ഭാഗങ്ങളും വെച്ചുകൊണ്ടെങ്കിലും വഹാബികളിലേക്കുള്ള ജനങ്ങളുടെ വരവില്ലാതാക്കണമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. പണ്ടേ നമ്മുടെ നാട്ടിൽ പണ്ട് വഹാബികൾ മരിച്ച എന്താപ്പോ ഒരു കൂറ്റുംവയ്പ്പില്ല. മുമ്പ് മുത്തനൂർ പള്ളിക്കേസുണ്ടായി. മുല്ലാക്ക മരിച്ചു. മുല്ലാക്ക നല്ല സുന്നിയ. അയാളെ മകൻ വഹാബി ആയതുകൊണ്ട് മറവയ്യാൻ പറ്റൂല, വാപ്പാന മയ്യത്ത്. അങ്ങനെ 4 ദിവസം മയ്യത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടടന്നു. അവസാനം കോടതി വിധി വന്നിട്ടാണ് ആ മയ്യത്ത് ഖബറടക്കിയത്. അന്ന് കോടതിയിൽ കേസ് വാദിച്ച മഞ്ചേരിക്കാരൻ വക്കീല് അദ്ദേഹത്തിന്റെ സ്വന്തം ചെലവില് ആ കേസിലെ